ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസം വെച്ച് നോക്കാം. പരിപ്പ് പ്രഥമനൊന്നുമല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു പായസം കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ അതിന് ആദ്യം ചെറുപയർ പരിപ്പ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് എടുക്കുക. നല്ലോണം ഒന്ന് ചുവന്ന് നിറാവണ വരേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ട. നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കരുത്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം അത് വെന്തിട്ടുണ്ടാവും. വെന്തുടഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് പരിപ്പ് ഉടഞ്ഞും ബാക്കിയുള്ളത് കടിക്കാൻ പാകത്തിനും കിട്ടും. അതിന് ശേഷം അതിലേക്ക് ഒരു 5-6 ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ശർക്കര പരിപ്പിലേക്ക് പിടിക്കുന്ന വരേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 2 ചെറിയ പാക്കറ്റ് തേങ്ങാപ്പാൽപ്പൊടി എടുത്തിട്ട്, അതാണ് മാഗിയുടെ തേങ്ങാപ്പാൽപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അതും കൂടെ അതിലൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പശുവും പാല് ചേർക്കുമ്പോൾ പായസം കേടാവില്ല എന്ന്. ഒരിക്കലും ഇല്ല. പാത്രവും നമ്മൾ യൂസ് ചെയ്യണ കയ്യിലും എല്ലാം പുളി അങ്ങനത്തെ കറികളുടെ അംശങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത പായസം വയ്ക്കുന്ന നമ്മൾ പാൽപ്പായസം വയ്ക്കുമ്പോൾ യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് കിട്ടും, കേടൊന്നും ആവില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച് കുറുകി ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വരുമ്പോൾ അതുവരേക്ക് തിളപ്പിക്കണം അത്. അപ്പോൾ അത് നമ്മൾ ആദ്യം പരിപ്പും ശർക്കരയൊക്കെ എടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കുറുകി കിട്ടും. അതൊന്ന് കുറുകി പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നെയ്യോട് കൂടി തന്നെ ഇടണം. ആ നെയ്യിൻ്റെ ഒരു സ്വാദും കൂടെ വരുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. അതും കൂടെ ചേർത്തിട്ട് വാങ്ങി വെച്ച് ഒന്ന് നന്നായി കുറുകി ഇരുന്നിട്ടൊന്ന് കുറുകാനുണ്ട്, പരിപ്പാണല്ലോ. അപ്പോൾ അതും കൂടെ അങ്ങനെ ഇരുന്നൊന്ന് കുറുകി പാകമായിട്ട് വരുമ്പോഴായിരിക്കും പായസത്തിന് നല്ല സ്വാദുണ്ടാവുക. അപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. വല്ലാതെ കുറുകി പോകരുത്. വല്ലാതെ കുറുകി പോയി കഴിഞ്ഞാൽ പരിപ്പ് പായസം സ്വാദുണ്ടാവില്ല. ആകെ കഴിക്കുമ്പോൾ സ്വാദില്ലാത്ത പോലെയാവും. അപ്പോൾ ഇത് നമ്മളൊരു പാകം കൺസിസ്റ്റൻസിയിൽ വാങ്ങി അതിൽ ഈ വറവും ഇട്ട ഒന്ന് തണുത്ത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി. ഇത് നമുക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അതെ തേങ്ങയൊക്കെ ചിരവാൻ കുറച്ച് മടി ഉണ്ടാവും അല്ലേ. തേങ്ങ ചിരവാനും പിന്നെ അത് പിഴിഞ്ഞ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു.